നമ്മൾ 3 സ്ഥാനാർത്ഥികളോടും സംസാരിക്കുമ്പോഴും 3 പേരും വലിയ ആത്മവിശ്വാസത്തിലാണ്. നേരത്തെ സലിം സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് ഓരോരുത്തർക്കും പ്രതികൂലമായി വരുന്ന ഘടകങ്ങൾ എന്ത് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഏത് തരത്തിലേക്ക് മാറ്റിയെടുക്കാം, തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കാം എന്ന തരത്തിലേക്കാണോ അവസാന ഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥികൾ ചെന്നെത്തിയത്? അനുജ, ആറ്റിങ്ങലിൽ ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. ദിവസങ്ങൾ നീണ്ട പ്രചരണം, ഈ പ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയാകുമ്പോഴും ഈ പ്രചരണത്തിൻ്റെ ആവേശത്തിന് തെല്ലും കുറവില്ല. നേരിട്ട് കാണാൻ പറ്റുന്ന വോട്ടർമാരെ കാണുക, അതോടൊപ്പം തന്നെ വിട്ടുപോയ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തുക, സംശയമുള്ള സ്ഥലങ്ങളിൽ വീണ്ടും സന്ദർശനം നടത്തി വോട്ടുറപ്പിക്കുക, വോട്ടർമാരെ പരമാവധി നേരിൽ കണ്ട് തങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന വോട്ടുകൾ പരമാവധി ഉറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് എല്ലാ സ്ഥാനാർത്ഥികളും. അനുജ നേരത്തെ സൂചിപ്പിച്ച പോലെ 3 സ്ഥാനാർത്ഥികളുമായും നമ്മൾ ഇന്ന് സംസാരിക്കുകയുണ്ടായി. ഇതിൽ ഏറ്റവും പ്രധാനം മണ്ഡലത്തിലെ വികസന മുരടിപ്പ് തന്നെ ഒരു വലിയ ചർച്ചയാക്കി എടുക്കുകയാണ് LDFും അതോടൊപ്പം തന്നെ BJPയും ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം കഴിഞ്ഞ തവണ UDFന് ഒരു അട്ടിമറി ജയമാണ് ആറ്റിങ്ങൽ സമ്മാനിച്ചത്. ആ അട്ടിമറി ജയം ഇത്തവണയും നിലനിർത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് UDF സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശ് പ്രതീക്ഷ പങ്കുവെക്കുന്നത്. അതിന് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം താൻ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസനങ്ങളാണ്. ഓരോ വോട്ടർമാരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് താൻ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടപ്പാക്കിയത് എന്നുള്ളതാണ് അടൂർ പ്രകാശ് പറയുന്നത്. എന്നാൽ LDF ഇതിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് LDF മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതോടൊപ്പം കഴിഞ്ഞ തവണ ഉണ്ടായ തോൽവി തങ്ങൾ ഇത്തവണ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ അതിനെ മറികടക്കും, ആ വോട്ടുകളെ എല്ലാം തന്നെ LDFന് അനുകൂലമാക്കി മാറ്റും എന്നും LDF സ്ഥാനാർത്ഥി വി ജോയി അവകാശപ്പെടുന്നുണ്ട്. അതേസമയം BJPയിലേക്ക് വന്നാൽ BJPക്ക് തങ്ങളുടെ അഭിമാന പ്രശ്നമാണ് ഈ മണ്ഡലം. കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ച മണ്ഡലങ്ങളിലൊന്നായി ആറ്റിങ്ങൽ മാറുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ഇത്തവണ ആറ്റിങ്ങലിൽ വലിയ വിജയപ്രതീക്ഷ ഈ മുന്നണികൾ വെച്ചു പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടർമാരെ പരമാവധി നേരിൽ കണ്ടുകൊണ്ട് ഈ വോട്ട് അഭ്യർത്ഥിക്കുക, വോട്ട് തങ്ങളുടേതാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും ലക്ഷ്യമിടുന്നത്. അപ്പോഴും മണ്ഡലത്തിൽ സജീവമായി വരുന്ന ചില വിഷയങ്ങളുണ്ട്. അത് UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയാണ്. ഇത് 1 ലക്ഷത്തോളം ഇരട്ട വോട്ടുകൾ ഈ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഇത് LDF കള്ളവോട്ട് ചെയ്യാനായി ഉപയോഗിക്കും എന്നുള്ള ഒരു ആശങ്കയും പരാതിയുമാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ വെച്ചത്. ഇന്നും 24ന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അദ്ദേഹം അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ അതിനെ പാടെ നിഷേധിക്കുകയാണ് LDF. ഒരു പരാജയ ഭീതിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു ആരോപണം UDF സ്ഥാനാർത്ഥി ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് LDF സ്ഥാനാർത്ഥി വി ജോയി പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി മൂടിവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നും വി ജോയ് പറയുന്നു. ഇത്തരത്തിൽ വി മുരളീധരൻ BJP സ്ഥാനാർത്ഥി വി മുരളീധരനിലേക്ക് വന്നാൽ താൻ മന്ത്രിയായതിനു ശേഷം മോഡി സർക്കാർ ചെയ്ത കേരളത്തിന് വേണ്ടി നടപ്പാക്കിയ വികസനങ്ങളുടെ ഒരു പങ്ക് തനിക്കും അവകാശപ്പെട്ടതാണ് എന്ന് എടുത്തു പറയുമ്പോൾ ആറ്റിങ്ങലിൽ ഉണ്ടായ വികസനത്തിൻ്റെ ഒരു പങ്ക് അദ്ദേഹവും അവകാശപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും വലിയ തരത്തിലുള്ള അവകാശവാദങ്ങൾ, അതോടൊപ്പം തന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾ, കള്ളവോട്ട്, ഇരട്ട വോട്ട്, വോട്ടിന് പണം തുടങ്ങി നിരവധി വിഷയങ്ങൾ ചർച്ചയായ ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. അതുകൊണ്ട് തന്നെ ഇത്തവണ പ്രചാരണം അവസാന ലാപ്പിലേക്ക് അടുക്കുമ്പോഴും വളരെ ശക്തമായ പ്രചരണവും കടുത്ത മത്സരവും തന്നെയാണ് ആറ്റിങ്ങലിൽ നടക്കുന്നത്. അനുജ.